സാധനങ്ങളും വിഷരഹിതമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ തുടങ്ങിയതാണ് സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ്. ഇത് ടോട്ടൽ 12 ഏക്കർ സ്ഥലമാണ്. നെക്സ്റ്റ് ഇവിടെ ഒരുപാട് ചിക്കനും ഫിഷും എല്ലാ സാധനങ്ങളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 തരത്തിൽ വരുമാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, 6 ടൈപ്പിലാണ്. നെക്സ്റ്റ്, അപ്പോൾ ഇതിൽ മൊത്തം 1 ലക്ഷം രൂപയുടെ 14 ഷെയർസാണ്. ഇത് ഒറ്റയ്ക്ക് ആധാരം ചെയ്യാൻ പറ്റില്ല, ഇത് ഗ്രൂപ്പായിട്ട് 10,000 പേരിലായിരിക്കും ഇതിൻ്റെ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഇതിന് കിട്ടുന്ന ലാഭം അപ്രോക്സിമേറ്റ്ലി ഇന്ന് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 15 കൊല്ലത്തെ ആവറേജ് തുക 7,444 രൂപയോളം നമുക്ക് കിട്ടുകയും ചെയ്യും. പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും, നിങ്ങളുടെ കൂടെ ഭാഗമായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ 3 പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം 12 പ്രൊജക്റ്റുകളാണ് ഞങ്ങളിപ്പോൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ളത്. 3-ാമത്തേണ്, 4-ാമത്തെ. നെക്സ്റ്റ് ഇതാണ് നേരത്തെ പറഞ്ഞു സമൂഹത്തിന്റെ ഏത് പ്രശ്നമാണോ പരിഹരിക്കുന്നത് അതാവണം നമുക്ക് ഏറ്റവും കൂടുതൽ പണം, അല്ലേ? ഇപ്പൊ ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് വേസ്റ്റ്, അല്ലേ? കുന്നുകൂടി കിടക്കുന്ന വേസ്റ്റുകൾ. ഈ വേസ്റ്റിനെ അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു പദ്ധതികളും ഇന്നിവിടെ ഇല്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ വേസ്റ്റ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന രോഗികളുടെ ബ്ലഡ്, അവരുടെ ശരീരത്തിലെ പാർട്സ്, ഇതൊക്കെ എന്ത് ചെയ്യാം അറിയാം? നിങ്ങൾക്ക് അറിയിക്കുന്നു. ഇതെല്ലാം കൊണ്ട് കത്തിക്കാം. ഇത് കത്തിക്കുമ്പോൾ എയ്ഡ്സ് പിടിച്ച രോഗികളുണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളും രോഗികളായിട്ട് മാറും. ഇതിനൊരു പരിഹാരമാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, വേസ്റ്റിനെ മണ്ണാക്കി മാറുന്ന ടെക്നോളജി. ഇത് തിരുവനന്തപുരം പാപ്പനംകോട്, അതായത് CSIR, സെൻട്രൽ ഗവൺമെന്റ് പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിട്ടുള്ള സ്ഥാപനമാണ്. ഇവിടെ നിന്ന് 34 പാറ്റന്റ് കിട്ടിയിട്ട് ലോകത്തിലെ ആദ്യത്തെ കമ്പനിയാണ് ജസ്പേഡ് ഇന്റർനാഷണൽ. ഇത് 2 മാസം ലോഞ്ചിങ് ആണ്. ഇത് ലോഞ്ചിങ് ആകുമ്പോൾ 45,000 കോടിയുടെ പദ്ധതിയാണ് ഞങ്ങൾ ഈ പറയുന്ന നമ്മളിവിടെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇപ്പം അതിൽ ലോഞ്ചിങ് ആയിട്ടില്ല, അടുത്ത ദിവസം അതിൻ്റെ ലോഞ്ചിങ് ഉണ്ടാവും. ഓക്കെ, അടുത്തത് പറഞ്ഞു, നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ ടാലന്റ് വർദ്ധിപ്പിച്ച് അവർക്ക് ടെക്നോളജി ബിസിനസ് പഠിപ്പിക്കാനുള്ള സ്കൂൾ, അത് കാക്കനാട് 10 ഏക്കറിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രൊജക്റ്റ് പറഞ്ഞു, ഇവിടെ മലയാറ്റൂര് നെടുമ്പാശ്ശേരിയിൽ അവിടെ 26 ഏക്കറിൽ വില്ലയും അതുമാതിരി തന്നെ വൃദ്ധകൾക്ക് താമസിക്കാൻ വൃദ്ധസദനം കുറച്ചും കൂടെ ഹൈടെക് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത പ്രൊജക്റ്റ്. പിന്നെ നെക്സ്റ്റ് കോഴിക്കോട്. നെക്സ്റ്റ് ഓക്കെ, അപ്പോൾ ഇത്രയും പദ്ധതികൾ ബാക്കിൽ കൂടെ വരുന്നുണ്ട്. ഇപ്പം 3 റൺ ചെയ്യുന്നു. ആ 3 ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ടിൻ്റെ പൈസ എത്രയാണെന്നാണ് പറഞ്ഞത്? 5 സെന്റ് ഭൂമിയുടെ ഫോർവേഡ് 1.5 കോടി രൂപ. ഒരെണ്ണത്തിന് 1.5 കോടി രൂപയാണ്. ഇത് ഇന്നും കൂടെ ഞങ്ങളുടെ റേറ്റ് ഓഫറിൽ വെച്ച് 1.25 പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് നാളെ മുതൽ എൻ്റെ റേറ്റ് 1.5 കോടിയാക്കി. അപ്പം ഇന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നിട്ട് നാളെ എമൗണ്ട് തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 1.5 കോടിയോ 1 ലക്ഷമോ 2 ലക്ഷമോ കൊടുത്ത് ഇതിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് മാറാം. പക്ഷെ ഇന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നിട്ട് നാളെ EMI പറ്റും. അത് EMI ഇല്ല, EMI മറ്റേ സ്ഥലത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൽ 1 ലക്ഷം ഏറ്റവും ചെറിയൊരു എമൗണ്ട്. അപ്പോൾ 1 ലക്ഷം അതിന് ഗുണിതങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാം. 2, ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് കണ്ട് നമ്മൾ ആ ഒരു അല്ലേ, ആ ഫാമിങ്ങിലേക്കാണെങ്കിൽ 1 ലക്ഷമോ അതിൻ്റെ ഗുണിതങ്ങളാണ്. പക്ഷേ അതിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഓഫർ ഇട്ടിരുന്നു. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് കമ്പനിയുടെ വക 1 ലക്ഷം രൂപ ഞങ്ങളുടെ ഭാഗത്ത്. ഓക്കെ, അപ്പോൾ 7,444 പോലെ എത്ര കിട്ടും? 14,888. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ആ ഡോക്യുമെന്റിൽ 2 ലക്ഷം രൂപയിലേക്ക് തിരിച്ചു തരും ചെയ്യും. പക്ഷെ അതും ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. നാളെ പേയ്മെന്റ് തരാമെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ പണത്തെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലേ? ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ 1 ലക്ഷമോ 10 ലക്ഷമൊക്കെ, അല്ലെങ്കിൽ വേണ്ട ഒരു 10 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാലും വെരി സിമ്പിളായിട്ട് ആ പൈസയെ തിരിച്ച് നിങ്ങൾക്ക് ഒരു അസറ്റാക്കി മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പം ഇന്ന് പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേത് വേണം? എൻ്റെ കയ്യിൽ 20,000 രൂപ അടച്ചുകൊണ്ട് ഞാൻ അത് എടുത്തോളാം, റെഡി. അല്ലെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപയുടെ കോട്ടേജിനെ പറയാൻ വേണ്ട, ഞാൻ 10 ലക്ഷം വാട്ടെവർ. ഓക്കെ, അതിൽ ഞാൻ ഇൻ്റഗ്രേറ്റഡ് ബാങ്ക് ഒന്നും ഓഫറിൽ കിട്ടുമെങ്കിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറിലേക്ക് അത് വേണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എങ്ങനെ ഷെയർ എടുക്കാനും പൈസ ഇല്ല, 20,000 മാസം അടക്കാനും EMIക്ക് തുകയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചായ കുടിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിലുള്ള പണിയും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പൈസ ഉള്ളവർക്ക് ഇവിടെ വന്നൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് തരാം, പൈസ ഇല്ലാത്തവർ ഇവിടെ ഇരിക്കാം, ചായ കുടിക്കാം, എന്നിട്ട് അതിനുള്ള പണിയും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇനിയുള്ള യാത്ര നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാതെ, അല്ലേ? എപ്പോഴും നമ്മൾ പറയും ജീവിതത്തിൽ നമുക്ക് ചില തിരിച്ചറിവുകളാണ്. ആ തിരിച്ചറിവുകൾ ഇപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇന്നിത് വാങ്ങിയാൽ, അല്ലേ, നിങ്ങൾ ഇന്ന് ഏത് ഇപ്പോൾ ഈ മാമിനോട് പറഞ്ഞ പോലെ തന്നെ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ മാമിൻ്റെ ജീവിതം 10 കൊല്ലത്തിനുള്ളിൽ വേറെ ലെവലിലേക്ക് മാറി. ഇത് വാങ്ങിയില്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ എന്താകും?
പ്രത്യേകിച്ച് ഒന്നും നമുക്ക് നേടാനില്ല. ആ പൈസ നമുക്കിട്ട് ഒന്നും ചെയ്തു തരില്ല. അപ്പോൾ ഒരു തീരുമാനം, നിങ്ങളുടെ കയ്യിൽ 1, 2, 10 എത്ര ആയിക്കോട്ടെ, നിങ്ങളത് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളാരും. ഇപ്പോൾ ഇവിടെ അഭിലാഷ് ആൻഡ് ലിറ്റി സ്റ്റേജിലേക്ക് കയറി. ഇവിടെ തിരുവല്ലയിൽ ഒരു ബേക്കറായിരുന്നു. 50,000 രൂപയ്ക്ക് കഷ്ടപ്പെട്ട് 50,000 രൂപ ഉണ്ടാക്കിയിരുന്ന ലേഡിയാണ്. പക്ഷെ ഇന്ന് കോടീശ്വരി. ഒറ്റ വർഷം കൊണ്ടാണ് കോടീശ്വരിയായിട്ട് മാറിയത്, അല്ലേ? ഒറ്റ വർഷം. ഞങ്ങളത് പറഞ്ഞപ്പോൾ അവർ KSFയിൽ നിന്ന് മറ്റ് ലോൺ എടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. പക്ഷെ അത് വാങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, ആ മാറ്റം എന്താ? ആ ഒരു 45 ലക്ഷം രൂപ എത്ര രൂപയായിട്ട് മാറി? 3 കോടി രൂപയായിട്ട് മാറി. അത് വിറ്റാൽ വേണ്ട, അവർക്ക് ഇപ്പം എല്ലാ മാസം വാടക കിട്ടുന്നുണ്ട്. ഈ വാടക, അല്ലേ? മക്കൾ സ്കൂളിൽ പോയിട്ട് അഭിമാനത്തോടെ പറയും, എൻ്റെ അച്ഛനമ്മയ്ക്ക് റിസോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടെന്ന് ചോദിക്കും. കാരണം എന്താ? അഭിമാനത്തോടു കൂടെ പറയാം. പിന്നെ എന്തുണ്ട്? അസറ്റായിട്ട് മാറി. നാളെ ലിറ്റിക്ക് അഭിലാഷ സുഖമില്ലെങ്കിലും, അല്ലെ, മക്കളുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. അത്തരത്തിൽ വരുമാനങ്ങളുടെ അസറ്റായിട്ട് മാറി, അല്ലെ? ഇനി നാളെ മക്കളെ കല്യാണം കഴിച്ചേക്കണം, ഒരെണ്ണം വിറ്റാൽ എത്രയും, അല്ലെ? ആ തരത്തിൽ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കാനുള്ളൂ, ഞാനിത് വാങ്ങിയിട്ടില്ലെങ്കിൽ, ഞാനിതിപ്പോൾ ഈ അവസരം കേട്ടിട്ട് ഞാൻ ഒന്നും മിണ്ടാതെ എപ്പോഴും ചിന്തിക്കണ പോലെ തന്നെ പിന്നെ അവിടെ എന്ന് വെച്ച് ചിന്തിച്ചു പോയാലോ, നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഭാവിയാണ്. ആ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ഇന്ന് കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റായി മാറിയേക്കുന്നു, അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ കണ്ടപ്പോൾ കുറച്ച് കാര്യം മനസ്സിലായി. ഇനി എടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങൾ മാത്രമാണ്, ഞാനല്ല. ഇത് പറഞ്ഞു തരാൻ നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ എടുക്കേണ്ട തീരുമാനം നിങ്ങൾ എടുത്താൽ. ഇപ്പൊ ഇവിടെ മിസ്റ്റർ ജോഷി ദേവസ്യ ഒന്ന് സ്റ്റേജിൽ കയറി. ഇദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്, ലിറ്റി തിരുവല്ലക്കാരിയാണ്. പക്ഷേ ഈ ജോഷി ദേവസ്യ അന്ന് പറഞ്ഞപ്പോൾ പൈസ ഉണ്ടായിരുന്നില്ല കയ്യിൽ ആ കോട്ടേജ് പോകാൻ. ഇന്ന് ആ കോട്ടേജ് വാങ്ങിയിട്ട് കോടീശ്വരൻ നിൽക്കണം. മഞ്ജു, ഗൗതം, ഇവരൊക്കെ അന്ന് ഇദ്ദേഹം തീരുമാനം എടുത്തില്ല. ഇന്ന് ആ തീരുമാനം എടുക്കാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തെ പോലെ. പക്ഷെ ഇദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ട് പണിയുടെ പൈസ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 1.5 കോടിക്ക് ആൾ വാങ്ങുന്നുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഓഫർ ഇത് വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരാളാണ് ജോഷി ദേവസ്യ. എന്താണെന്നറിയാം? 45 ലക്ഷം രൂപ പുള്ളി കാണിച്ചെന്ന് ലിറ്റി വാങ്ങി, പുള്ളി വാങ്ങിയില്ല. നഷ്ടമായിരിക്കാം അദ്ദേഹം. നഷ്ടം എത്രയാണ്? 1 കൊല്ലത്തെ നഷ്ടം 2,55 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഒറ്റ കാര്യം, എത്ര സമയം എടുത്താൽ പുള്ളിക്ക് ഈ 2.5 കോടി ഉണ്ടാക്കി എത്ര കൊല്ലം ആൾ ജോലി ചെയ്യണം, അല്ലെ? ഒരു തീരുമാനം വൈകിയതിന് പരിണിത ഫലം. ഒരൊറ്റ തീരുമാനം. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഒരു തീരുമാനം. ഈ അവസരം എനിക്ക് കിട്ടിയെന്നല്ല. ആകെ കോട്ടേജുള്ള 21 എണ്ണമാണ്. ഓക്കെ, ചിലപ്പോൾ ഇത് അടുത്ത ആഴ്ചയോട് 27-ാം തീയതി ഒരു മെഗാ പ്രോഗ്രാം വയനാട് നടക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വരാം. നമ്മൾ ഇപ്പോഴും വണ്ടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ വന്നിട്ട് ബാക്കി തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാം? ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞൊരു അഡ്വാൻസ് പേയ്മെന്റ് തന്നിട്ട് നാളെ പേയ്മെന്റ് ബാക്കി വയനാട് വരുന്നു. ഇഷ്ടപ്പെട്ട കാശ് തിരിച്ചു മേടിക്കും. ഇഷ്ടപ്പെട്ട് തിരിച്ച് 5 പൈസ പോവില്ല, ആ പൈസക്ക് തിരിച്ചുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പണം ഉണ്ടാക്കാനുള്ള ആ സമയം, അല്ലെ, അതെല്ലാം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പൊ അതിന് ശക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.